ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കൊന്ന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലൊരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടാതെ 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കൂടെ വേണം. ഇതെല്ലാം കൂടി നമുക്ക് ചിക്കനിലോട്ട് മിക്സ് ചെയ്ത് വെക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാൽ ഇതിൻ്റെ നാടൻ ടേസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ചിക്കൻ വരട്ടി വെച്ചിരിക്കുന്നത് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഓരോ പീസുകളായിട്ട് കൊടുത്ത് ആദ്യത്തെ ബാച്ച് നമുക്ക് വറുത്ത് കോരാം. ഇപ്പോൾ 2 ബാച്ചുകളായിട്ട് വേണം നമുക്കത് വറുത്ത് കോരാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് വറുത്ത് കോരാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ, കാരണം നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ വേവിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ തന്നെ വറുത്ത് കോരാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് എന്താ, ഓരോ കഷ്ണങ്ങളായി നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിത് നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം കേട്ടോ. ഈ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്, നമ്മൾ ചില്ലി ചിക്കൻ നുറുക്കുന്ന പോലെയാണ് നമ്മളിതിന് വേണ്ടി ചിക്കൻ നുറുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ചിക്കനെല്ലാം വറുത്ത് കോരി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് കുറച്ച് പച്ചമുളക്, ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം നല്ല വെള്ള കാന്താരി എടുത്തിരിക്കണം. നാടൻ പച്ചമുളകുകൾ കാന്താരികളൊക്കെ എടുക്കുന്നതായിരിക്കും ഇതിന് കൂടുതൽ രുചി. പിന്നെ ഒരു 5 വെളുത്തുള്ളി അല്ലി, ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് സവോള 4 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്. ഇതിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു പാൻ ചൂടാക്കി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കനിൽ നിന്നുള്ള വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് അതിലോട്ട് സവോള ഇട്ട് മൂപ്പിച്ചെടുക്കാം. സവോള നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും സവോളയുടെയും ഒക്കെ പച്ചമണം പോകുന്നവരെ നല്ലതുപോലെ വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. അപ്പോൾ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിലോട്ട് നമുക്ക് 1.5 ടീസ്പൂണോളം അല്ലെങ്കിൽ 2 ടീസ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഇത് വെറും ഓപ്ഷണൽ മാത്രമാണ്, നമുക്ക് നമ്മുടെ കറി കാണുമ്പോൾ ഒരു കളറിനും ഭംഗിക്കും ഒക്കെ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ്. അപ്പോൾ ഇതും കാശ്മീരി ചില്ലിയും ചേർത്ത് നല്ലപോലെ വഴറ്റി നല്ല കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗ്രേവിക്ക്. നല്ലതുപോലെ വഴറ്റി അതിൻ്റെ പച്ചമണം മാറണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് സിമ്മിലിട്ട് കൊടുക്കാം. ഫ്ലെയിം നമുക്ക് സിമ്മിലാക്കാം. നന്നായി വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച മുളകാണ് ഇതിൽ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചതച്ച മുളകും കറിവേപ്പിലയും ആണ് ഇതിൻ്റെ പ്രധാന ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്കിതിലോട്ട് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ 2-2.5 ടേബിൾ സ്പൂണോളം നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് ഓരോരുത്തർ എരിവിനനുസരിച്ച് ചേർക്കാം. കുറച്ച് എരിവ് മുന്നിൽ നിൽക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഇതിൽ ചെറിയ എരിവും ഇത്തിരി മധുരവും ചെറിയൊരു പുളി രസമൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതിൽ 2 ടേബിൾ സ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കൈപ്പിടി നിറയെ തന്നെ കറിവേപ്പില ഇടാം. കറിവേപ്പില എത്രത്തോളം ഇടുന്നു അത്രത്തോളം ഇതിൻ്റെ രുചിയും കൂടും. ഇനി കറിവേപ്പിലയും ചതച്ചമുളകും ഈ സവോളയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എല്ലാം വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ വറുത്ത് വരുമ്പോഴുള്ള നല്ല സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ വേണം നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ അത് നന്നായി മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ നല്ലപോലെ മൊരിയണം. ഇപ്പോൾ ആ തീയിൽ കിടന്ന് കറിവേപ്പിലൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. വറുത്ത ചിക്കൻ എല്ലാം കൂടിയിട്ട് വീണ്ടും നമ്മൾ നന്നായി യോജിക്കണം.
നല്ലതുപോലെ ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഈ സമയത്തൊക്കെ നമുക്ക് തീ കുറച്ച് തന്നെ വയ്ക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും വേപ്പിലയും സവാള മിക്സും എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ വേറെ നമ്മൾ വെള്ളമോ ഒന്നും ചേർക്കണില്ല. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ചെറിയൊരു ഗ്രേവി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ. ഇപ്പം തന്നെ ചിക്കൻ്റെ നല്ല സ്മെല്ല് വന്ന് തുടങ്ങി. ഇതിനൊരു പ്രത്യേക മസാലകളോ തക്കാളിയോ ഒന്നും ഇല്ലാതെ ചിക്കൻ മസാല ഗരം മസാല ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിലെപ്പോഴും കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല രുചിയുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടമാണിത്. അപ്പം എല്ലാവരും എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം. അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണം. താങ്ക് യു.